അധിക പുരുഷന്മാരും കുറഞ്ഞു നിൽക്കുന്ന ടെസ്റ്റോസ്റ്ററോണിനെ കൂട്ടാൻ വേണ്ടി പല രീതിയിൽ ശ്രമിക്കാറുണ്ട്. പക്ഷേ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ മുടികൊഴിച്ചിലുണ്ടാവാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ഈ വിഷയത്തിനെ കുറിച്ചാണ്. ടെസ്റ്റോസ്റ്ററോൺ കൂടിക്കഴിഞ്ഞാൽ മുടികൊഴിച്ചിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇത് തടയാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ഇതെല്ലാം നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോക്ടർ. നമുക്ക് തുടങ്ങാം. 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 50% പുരുഷന്മാർക്കും മുടികൊഴിച്ചിലുണ്ടാവാം. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവലിലുള്ള വർധനവായിരിക്കും. പക്ഷേ മുടികൊഴിച്ചിൽ ഉണ്ടാക്കാൻ ടെസ്റ്റോസ്റ്ററോൺ മാത്രമല്ല കാരണമാകുന്നത്, ജെനറ്റിക്സ് ഒരു കാരണമാണ്. കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്തതും മറ്റൊരു കാരണമാണ്. എൻവയൺമെൻറ്റൽ പൊല്യൂഷനും സ്ട്രെസ്സും ഇതെല്ലാം മറ്റു കാരണങ്ങളാവുന്നുണ്ട്. അധിക പുരുഷന്മാരും ടെസ്റ്റോസ്റ്ററോൺ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഇത് ബ്ലഡ് ടെസ്റ്റാണ്. അത് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് അത് കൂട്ടാൻ വേണ്ടി നല്ല രീതിയിൽ ശ്രമിക്കാറുണ്ട്. ഇവരിൽ തന്നെ ചിലർക്ക് മുടികൊഴിച്ചിലും അനുഭവപ്പെടാം. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് DHT ആണ്. DHT എന്ന് പറഞ്ഞാൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ എന്നാണ് ഫുൾ ഫോം. DHT ടെസ്റ്റോസ്റ്ററോൺ പോലെ തന്നെ മറ്റ് തരത്തിലുള്ള ഒരു മെയിൽ സെക്സ് ഹോർമോണാണ്. DHT ഉൽപ്പാദിക്കുന്നത് ടെസ്റ്റോസ്റ്ററോണിൽ നിന്ന് തന്നെയാണ്. പക്ഷേ മുടികൊഴിച്ചിൽ ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് ടെസ്റ്റോസ്റ്ററോണിനേക്കാളും DHTക്കാണ് കൂടുതലുള്ളത്. DHTൻ്റെ അളവ് പുരുഷന്മാർക്ക് അത്യാവശ്യം വേണ്ടതാണ്. ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ഹെയർ ഫോളിക്കിളിലുള്ള ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ DHT അത്യാവശ്യമാണ്. പക്ഷേ ഇതേ DHTൻ്റെ അളവ് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാരണം മുടി കൊഴിച്ചിലും ഉണ്ടാവാം. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും ഇത് ബാധകമാണ്. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന പ്രധാന പുരുഷന്മാരുടെ സെക്സ് ഹോർമോണിൽ നിന്നാണ് DHT ഉൽപ്പാദിക്കുന്നത്. ഇതല്ലാത്ത രീതിയിലും DHT നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കാം. പക്ഷെ ഒരാളുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് എത്ര കൂടുതലുണ്ടോ അതിനനുസരിച്ച് DHTൻ്റെ അളവും കൂടി വരും. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോണിനെ DHT ആക്കി കൺവേർട്ട് ചെയ്യാൻ ഒരു എൻസൈം വേണം. ഈ എൻസൈമിൻ്റെ പേര് 5-alpha റിഡക്റ്റേസ് എന്നാണ്. കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളിൽ DHTൻ്റെ അളവ് കൂടി വരുന്നതിനനുസരിച്ചിട്ടാണ് പ്യൂബർട്ടിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എല്ലാം വരുന്നത്. ഇവർക്ക് മെയിൽ ബോഡി പാറ്റേൺ വരുന്നതും മെയിൽ ഹെയർ പാറ്റേണും മാസ്കുലിൻ ഫീച്ചേഴ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് DHT ആണ്. DHT എന്ന് പറയുന്ന ഹോർമോൺ എങ്ങനെയാണ് ഹെയർ ലോസ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഹെയർ ഗ്രോത്തിൽ നടക്കുന്ന പല ചേഞ്ചസും മനസ്സിലാക്കേണ്ടതാണ്. ഹെയർ ഗ്രോത്ത് ഒറ്റ സ്റ്റേജിലല്ല നടക്കുന്നത്. പ്രധാനമായിട്ടും 3 സ്റ്റേജസിലൂടെയാണ് ഹെയർ ഗ്രോത്ത് നടക്കുന്നത്. ഇതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അനാജൻ ആണ്. അധിക ആൾക്കാർക്കും ഇത് വർഷങ്ങൾ നീണ്ടു നിൽക്കാം. 2 മുതൽ 5 വർഷമൊക്കെ വരെ നീണ്ടു നിൽക്കാം. എത്ര കൂടുതൽ സമയം ആനജൻ ഫേസ് നീണ്ടു നിൽക്കുന്നോ അത്രയും നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് ഇവർക്ക് ഉണ്ടാവും. കാരണം ആനജൻ ഫേസിലാണ് ആക്റ്റീവായിട്ട് മുടി വളരുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പേര് കറ്റാജൻ എന്നാണ്. ഈ സ്റ്റേജിൽ ഫോളിക്കിളിൽ ഹെയർ ഗ്രോത്ത് സ്റ്റോപ്പ് ആവും. അതിനനുസരിച്ച് ഹെയർ തിന്നായി തുടങ്ങും. ഈ സ്റ്റേജ് സാധാരണ രീതിയിൽ കുറച്ച് ആഴ്ചകൾ മാത്രമേ നീണ്ടു നിൽക്കാറുള്ളൂ. ഇതൊരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. ഹെയർ ഗ്രോത്തിൻ്റെ സ്റ്റേജിൽ നിന്നും ഹെയർ ഡെത്തിൻ്റെ സ്റ്റേജിലേക്കുള്ള ട്രാൻസിഷൻ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. 2 മുതൽ 3 ആഴ്ച വരെയൊക്കെയാണ് സാധാരണ രീതിയിൽ കാറ്റജൻ ഫേസ് നീണ്ടു നിൽക്കുകയുള്ളൂ. മൂന്നാമത്തെ സ്റ്റേജ് ടിലോജൻ എന്നാണ് പറയുന്നത്. ഇത് റെസ്റ്റിംഗ് സ്റ്റേജ് ആണ്. ഇവിടെയും ഹെയർ ഗ്രോത്ത് ഒന്നും നടക്കുന്നില്ല. ഹെയർ വളരെയധികം തിന്നായിട്ടുണ്ടാവും. ഓരോ മുടിയും കൊഴിഞ്ഞു പോകുന്നത് ഈ സ്റ്റേജിലാണ്. ടീലോജൻ ഫേസിന്റെ അവസാനം മുടി കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും ആനജൻ ഫേസ് തുടങ്ങും. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അധിക എഡൽസിനും ഒരു ദിവസം 50 മുതൽ 100 മുടി എല്ലാ ദിവസവും കൊഴിഞ്ഞു പോവാം. പക്ഷേ അതിലും കൂടുതൽ ഹെയർ ഗ്രോത്ത് ഇവർക്ക് ഓരോ ദിവസവും ഉണ്ടാവുന്നുണ്ടാവും. ഇതിൻ്റെ ബാലൻസിനനുസരിച്ചിട്ടാണ് ഒരാൾക്ക് ഹെയർ ലോസ് ഉണ്ടാവുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കുക. മുടി കൊഴിയുന്നത് കൂടുതലും മുടി ഉണ്ടാവുന്നത് കുറവുമാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. DHT എന്ന് പറയുന്ന ഹോർമോൺ പ്രധാനമായിട്ടും ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ബോഡി ഹെയറിലും ഫേഷ്യൽ ഹെയറിലുമാണ്. സ്കാൽപ്പ്, അതായത് തലയിലുള്ള ഹെയർ ഗ്രോ ചെയ്യാനുള്ള കഴിവ് DHTൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ്. പക്ഷെ ഒരാളുടെ ബോഡിയിലുള്ള DHTൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചും ശരീരത്തിൽ ഒട്ടാകെയുള്ളത്, അത് തലയിലാവട്ടെ ഫേസിലാവട്ടെ ബോഡിയിലാവട്ടെ, ഓരോ ഹെയർ ഗ്രോത്തിൻ്റെ സൈക്കിൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആനജൻ ഫേസിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ DHTക്ക് കഴിയും. അതായത് DHTൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ ആക്റ്റീവായി നടക്കുന്ന ഹെയർ ഗ്രോത്തിൻ്റെ സമയം കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതിനനുസരിച്ച് ഇവർക്ക് കൂടുതൽ ഹെയർ ലോസ് അനുഭവപ്പെടാം. DHT ഇത് മാത്രമല്ല ചെയ്യുന്നത്, അവസാനത്തെ സ്റ്റേജ് റെസ്റ്റിംഗ് ഫേസ് ആയിട്ടുള്ള ടീലോജൻ സ്റ്റേജിൽ ഓരോ ഹെയറും എത്ര സമയം നിൽക്കുന്നോ, അത് സാധാരണ രീതിയിൽ 2 മുതൽ 4 മാസം വരെ ആവാം. ഇതിൻ്റെ സമയം നീട്ടാനും DHTക്ക് കഴിവുണ്ട്. ഹെയർ ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ ബൾബ് പോലത്തെ സ്ട്രക്ചറിൽ നിന്നാണ് ഓരോ ഹെയറും പൊന്തി വരുന്നതും ഹെയർ ഗ്രോത്ത് തുടങ്ങുന്നതും. ഈ ഹെയർ ഫോളിക്കിളിലേക്കാണ് ടെസ്റ്റോസ്റ്ററോൺ പോലത്തെ ഹോർമോൺസിന് ബൈൻഡ് ചെയ്യാനുള്ള കഴിവുള്ളത്. പക്ഷേ ടെസ്റ്റോസ്റ്ററോണിനേക്കാളും 5 മടങ്ങ് കൂടുതൽ ഈ ഹെയർ ഫോളിക്കിളിലേക്ക് ബൈൻഡ് ചെയ്യാനുള്ള കഴിവുള്ളത് DHTക്കാണ്. അപ്പോൾ നിങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ നോക്കി ടെസ്റ്റോസ്റ്ററോൺ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കാരണം DHTൻ്റെ അളവും കൂടാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് DHTൻ്റെ ടെസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കാൻ സാധിക്കും. ഇതും ടെസ്റ്റോസ്റ്ററോൺ ചെയ്യുന്ന പോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ആണ്.
രാവിലെ സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്. 9 മണിൻ്റെയും 11 മണിൻ്റെയും ഇടയിൽ ബ്ലഡ് സാമ്പിൾ എടുക്കേണ്ടതാണ്. ഏകദേശം DHT ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2500 റുപ്പീസിൻ്റെ അടുത്തായിരിക്കും. ഇനി DHTൻ്റെ അളവ് കൂടി നിന്നിട്ട് ഉണ്ടാവുന്ന ഹെയർ ലോസ് ആണെങ്കിൽ DHTൻ്റെ അളവ് കുറയ്ക്കുന്നതിനനുസരിച്ച് ഹെയർ ലോസിനും വ്യത്യാസം വരുത്താൻ സാധിക്കും. ഇങ്ങനെ പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള മെഡിസിൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫിനാസ്റ്ററൈഡ് എന്ന് പറയുന്നത്. ഫിനാസ്റ്ററൈഡ് പ്രവർത്തിക്കുന്നത് 5-alpha റിഡക്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ്. ഈ എൻസൈം ഉണ്ടെങ്കിലേ ടെസ്റ്റോസ്റ്ററോണിനെ DHT ആക്കി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ എൻസൈമിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടി നിന്ന് കഴിഞ്ഞാലും DHT ഉൽപ്പാദിക്കുന്നത് കുറച്ച് നിർത്താൻ സാധിക്കും. ഫിനാസ്റ്ററൈഡ് പ്രോസ്റ്റേറ്റിൻ്റെ വീക്കത്തിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ഫാമിലി പ്ലാനിങ് കഴിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ടില്ല, നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫിനാസ്റ്ററൈഡ് പോലത്തെ മരുന്ന് ഹെയർ ലോസിന് കഴിക്കാത്തതാണ് നല്ലത്. ഫിനാസ്റ്ററൈഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇതിനു മുമ്പേ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. അത് തീർച്ചയായിട്ടും കാണുക. ഫിനാസ്റ്ററൈഡിന് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഫിനാസ്റ്ററൈഡിൻ്റെ പ്രോബ്ലംസും സൈഡ് എഫക്ട്സും ഒക്കെ ആ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ടെസ്റ്റ് ചെയ്തു, അത് കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ കൂട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മുടി കൊഴിച്ചൽ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ DHTൻ്റെ ടെസ്റ്റും ചെയ്ത് നോക്കേണ്ടതാണ്. DHTൻ്റെ അളവ് കൂടുതൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഫിനാസ്റ്ററൈഡ് പോലത്തെ മെഡിസിൻസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ അതിനു മുമ്പേ നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഡോഫോഡിൻ്റെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ സർവീസസ് ഉപയോഗിക്കാവുന്നതാണ്. ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഡോഫോഡിയിൽ കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാവുന്നതും നിങ്ങൾക്കും സൗകര്യമുള്ള സമയത്ത് ഡോക്ടറുമായി നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. ഡോഫോഡിൻ്റെ വെബ്സൈറ്റ് ലിങ്കും വാട്സാപ്പ് നമ്പറും ഫോൺ നമ്പറും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ക്രിയാറ്റിൻ സപ്ലിമെന്റ്സ് കഴിച്ചു കഴിഞ്ഞാലും ടെസ്റ്റോസ്റ്ററോണിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക. ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യുന്ന സപ്ലിമെന്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.